ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾക്കെതിരായ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചേക്കും. നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഉടനെ മേൽക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. അതിനിടെ ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മ അടക്കമുള്ളവർക്കെതിരെ കന്യാസ്ത്രീകൾക്കൊപ്പം പോകേണ്ടിയിരുന്ന യുവതികൾ നൽകിയ പരാതി പോലീസ് സ്വീകരിച്ചില്ല. കന്യാസ്ത്രീമാർക്കെതിരെയും ആദിവാസി യുവാവിനെതിരെയും NIA ആക്ട് പ്രകാരം കേസെടുത്ത സാഹചര്യത്തിൽ സങ്കീർണമായ നിയമ നടപടികളെയാണ് നേരിടേണ്ടി വരിക. BNS 143, ഛത്തീസ്ഗഡ് ധർമാന്തരം സെക്ഷൻ 4 എന്നിങ്ങനെ ഗുരുതര വകുപ്പുകളാണ് പോലീസ് എഫ്ഐആറിൽ എഴുതിയിരിക്കുന്നത്. 10 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ സാഹചര്യത്തിൽ എഫ്ഐആർ റദ്ദാക്കണമെന്നാണ് സഭാ നേതൃത്വത്തിൻ്റെ ആവശ്യം. ഇതിനായി നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം ഹൈക്കോടതിയിൽ സമീപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. കർശനമായ ഉപാധികളോടെയാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും ഛത്തീസ്ഗഡിൽ തന്നെയുള്ള ദല്ലി രാജ്ഹാരയിലെ മഠത്തിലാണ് താമസം. കുറച്ചു ദിവസം തങ്ങിയ ശേഷം ഇരുവരും കേരളത്തിലേക്ക് പോകും. അതിനിടെ ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മ അടക്കമുള്ളവർക്കെതിരെ കന്യാസ്ത്രീകൾക്കൊപ്പം പോകേണ്ടിയിരുന്ന യുവതികൾ നൽകിയ പരാതി പോലീസ് സ്വീകരിച്ചില്ല. നാരായൺപൂർ SP നൽകിയ പരാതി അധികാരപരിധി ഉന്നയിച്ചാണ് പോലീസ് മടക്കിയത്. ഇതോടെ 3 യുവതികളും ഓൺലൈനായി ദുർഗ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകും. 8 ദിവസം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് കന്യാസ്ത്രീമാർ ജയിൽ മോചിതരായത്. എങ്കിലും NIA ആക്ട് ഉൾപ്പെടെ എഫ്ഐആർ റദ്ദാക്കാൻ ഇനിയും നിയമ നടപടികൾ ബാക്കി. ക്യാമറമാൻ കിരൺ രാജിനൊപ്പം ദുർഗിൽ നിന്നും സിബി ജോസഫ്, കൈരളി ന്യൂസ്.